വെൽക്കം എവരി വൺ. നമുക്ക് അടുത്ത ആ, നമുക്ക് കേസ് സ്റ്റഡി ആയിട്ട് പോകുന്നത് വളരെ നല്ലൊരു കമ്പനിയാണ് ഇൻവിഷൻ. അവരെ കൊണ്ട് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനമുള്ളതാണ്. US-ലാണ് അവർ തുടങ്ങിയത്, ന്യൂയോർക്കിൽ തന്നെയാണ്. അവർ ലീഡിങ് ഡിസൈൻ കൊളാബറേഷൻ പ്ലാറ്റ്ഫോമാണ്. ഈ ഡിജിറ്റൽ ഡിസൈനെ അവർ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് റെവല്യൂഷണലൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഡിസൈൻ ഇൻഡസ്ട്രി ഒരു റിയൽ ടൈമായിട്ട് പല സ്ഥലത്തിരുന്ന് ഒരേ സമയത്ത് ഇപ്പോൾ മൂവിക്കൊക്കെ ഡിസൈൻ ചെയ്യുക, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്യുക, അതിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. 2011 അപ്പോൾ ഇത് തുടങ്ങിയത്. ക്ലാർക്ക് വാൽബെർഗും ബെൻ നാഡലും ചേർന്നിട്ടാണ് ഈ ഇൻവിഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇഫക്റ്റീവ് ടൂൾസ് ടീമുകൾക്കില്ലായിരുന്നു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രോപ്പർലി ഡിസൈൻ ചെയ്യാനായിട്ട് ഈ ശരിക്കും ഒരു നല്ല കോമ്പറ്റീഷനുള്ള സമയത്ത് ഇവർക്ക് പരസ്പരം ചേർന്നിരുന്നുകൊണ്ട് ഒരു ടീമായിട്ടിരുന്ന് എങ്ങനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. ഗെയിമുകൾ ഡിസൈൻ ചെയ്യുന്നതിനകത്തും മൂവിക്കകത്ത് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്നതിനകത്തും എല്ലാ വിധത്തിലുള്ള ഗ്രാഫിക്സിനകത്തും. അപ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് റെക്കഗ്നേഷനായിരുന്നു കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ഇനിഷ്യൽ ചാലഞ്ചസ് ഒക്കെ അവരവരുടെ ക്വാളിറ്റി കൂട്ടി കൊടുത്തുകൊണ്ട് ചെറിയ തോതിൽ ആദ്യം ചെയ്തത്, വളരെ ചെറിയ തോതിൽ ചെയ്തുകൊണ്ട് അപ്പം ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു 5-6 കസ്റ്റമേഴ്സിനെയാണ് ഇനിഷ്യലി കിട്ടുന്നത്. അപ്പം അതിലവർ സക്സസ്ഫുള്ളായി നല്ല രീതിയിൽ അവർ ചെയ്ത് കഴിഞ്ഞപ്പം അവർക്ക് ആദ്യം കിട്ടുന്നൊരു ഒരു സീഡ് ഫണ്ട് എന്ന് പറയുന്നത് $1.5 മില്യൺ മാത്രമാണ്. അത് $1.5 മില്യൺ വെച്ചുകൊണ്ട് അവർക്കുണ്ടായ ഏതാണ്ട് ഒരു 10-30ഓളം കസ്റ്റമേഴ്സിന് അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് പെട്ടെന്ന് കേട്ട് പടരാൻ തുടങ്ങി. അപ്പോൾ ഇവരെ കൊണ്ട് പല കാര്യങ്ങളും നടക്കും എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഏതാണ്ട് അത് പിന്നെ വരുന്നത് $40 മില്യൺ സീരീസ് എ ഫണ്ടിങ് ആണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സീരീസിലേക്ക് പോയി. അപ്പോൾ പിന്നെ അവർ വെഞ്ചർ ക്യാപിറ്റൽ എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ അത് അടുത്ത ഡെവലപ്മെൻറ്റിലേക്ക് പോയി, എക്സ്പാൻഡ് ചെയ്തു, റാപ്പിഡായിട്ട് എക്സ്പാൻഡ് ചെയ്തു. പിന്നെ പ്രൊഡക്റ്റുകൾ അവർ കുറച്ചുകൂടെ കൂട്ടി, ഗ്രോത്ത് ഒത്തിരി കൂടി, ഇന്നോവേഷൻസ് വന്നു. അങ്ങനെ 2018 ആയപ്പോഴത്തേ തന്നെ ഇവർ യൂണിക്കോൺ സ്റ്റാറ്റസ് 1 ബില്യൺ അവർ അച്ചീവ് ചെയ്തു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അവരുടെ പ്ലാറ്റ്ഫോം അപ്പോൾ ഡിസൈൻ, അപ്പോൾ മേജർ കമ്പനികളെല്ലാം ഇവരുടെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡിസൈൻ ഇൻഡസ്ട്രിയെ ടോട്ടലി ട്രാൻസ്ഫോം ചെയ്തു. അവരപ്പോൾ ഈ ബിൽഡിംഗ് ഡിസൈനും അങ്ങനെയുള്ള ഒരുപാട് ഡിസൈനിലേക്ക്, ബിൽഡിംഗ് ഡിസൈനൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ചേർന്നിരുന്ന് വേണമല്ലോ, കൊളാബറേറ്റീവായിട്ട് വേണമല്ലോ ചെയ്യാൻ, അതെല്ലാം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ അതിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒത്തിരി കൂടി. അപ്പോൾ പിന്നെ അവർ മുന്നോട്ട് പോയത് പിന്നെ ഇൻവിഷൻ്റെ എക്സ്പാൻഡ് ഇറ്റ്സ് എൻ്റർപ്രൈസസ്. അപ്പോൾ അവർ AI ഡ്രിവൺ ഫീച്ചേഴ്സ് ആക്കി. അപ്പോൾ ക്ലാർക്കിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് പെർസിസ്റ്റൻസ് ആണ്, തുടർച്ചയായി. അപ്പോൾ പിന്നെ യൂസറിൻ്റെ ഫീഡ്ബാക്കും എടുത്തിട്ട് ബിൽഡിംഗ് എ സ്ട്രോങ് ഇന്നോവേറ്റീവ് ടീം ആസ് കീ ടു സക്സസ് ഫോർ ഇൻസ്പയറിങ് എൻ്റർപ്രന്യൂവേഴ്സ്. അപ്പോൾ അപ്പോൾ അവരിൽ നമുക്ക് കിട്ടാവുന്ന ഇൻസ്പിറേഷൻ നോക്കുമ്പോൾ നമുക്ക് കസ്റ്റമർ പെയിൻ പോയിൻ്റ് എന്തൊക്കെയാണ് ഇവർ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ ഇൻവിഷൻ ടാക്കിൾ ചെയ്തത് ഇൻഎഫിഷ്യൻസീസ് ഇൻ ഡിസൈൻ കൊളാബറേഷൻ ബൈ ഓഫറിങ് എ പ്ലാറ്റ്ഫോം ഫോർ റിയൽ ടൈം ടീം വർക്ക് ഓൺ ഡിസൈൻ പ്രോട്ടോടൈപ്സ്. അതുപോലെ ഇത് ശരിക്കും സ്ട്രീം ലൈൻ ചെയ്ത് കിട്ടേണ്ട ഒരു ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ ഒരു വളരെ ചേർച്ചയുള്ളൊരു സീംലെസ് കമ്മ്യൂണിക്കേഷൻ വേഷൻ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അവരുടെ ടൂളുകൾ നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റമറ്റതാക്കി തീർക്കാനായിട്ട് അപ്പോൾ ഒരു ക്ലൗഡ് ബേസ്ഡ് സൊല്യൂഷൻ. അപ്പോൾ അതിന് ഒരു വലിയ ഗ്രേറ്റർ ആക്സസിബിലിറ്റി കിട്ടി, ഫാസ്റ്റർ വളർച്ച വന്നു. അപ്പോൾ ഇവരിൽ നമുക്ക് പഠിക്കാനുള്ള ഫണ്ട് റേസിങ് ലെസൺസ് വളരെ ചെറുതായിട്ട് 5-6 പേര് തുടങ്ങി, പിന്നെ 8-10 പേരായി. അപ്പോൾ ഒരു യൂണിവേഴ്സൽ പ്രോബ്ലമാണ്, റിയൽ പ്രോബ്ലം. കസ്റ്റമേഴ്സിൻ്റെ ഒരു ശരിയായ ഒരു പെയിൻ നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ പ്രൊഡക്റ്റ് ഇല്ല സർവീസസ് ഏത് പെയിനാണ് ഇല്ലാതാക്കുന്നത്.
പിന്നെ അവരുടെ അടുത്ത സംഭവം നോക്കുമ്പോഴത്തേക്ക് അടുത്തതിലേക്ക് നോക്കുമ്പോൾ കൊളാബറേഷൻ. അപ്പോൾ കൊളാബറേഷൻ പലരുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവർ റിസൾട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റി. ആദ്യം $1.5 മില്യൺ എന്ന് പറയുമ്പോൾ വലിയ എമൗണ്ട് ഒന്നുമല്ല. അതിൽ വെച്ച് തന്നെ നല്ല റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റി. അപ്പോൾ അവരുടെ ഒരു ഇയർലി യൂസർ ട്രാക്ഷൻ അപ്പോൾ അവരെ വാലിഡേറ്റ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റർ കോൺഫിഡൻസ് ഉടനെ തന്നെ കൂടി. അപ്പോൾ കമ്പനി ഫണ്ട് കൂടുതൽ റേസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ലാർജർ ഓർഗനൈസേഷന് ബിൽഡപ്പ് ചെയ്യാനുള്ള എല്ലാ ഫണ്ടുകളും അവർക്ക് വന്നു തുടങ്ങി. പിന്നെ അവരുടെ ഈ ഡെവലപ്മെൻറ്റിനകത്തെല്ലാം വളരെ ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ പ്രോഗ്രസ്, ഒരു ഇൻവെസ്റ്റർ ട്രസ്റ്റ് അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് ആന്ത്രപ്രനേഴ്സിന് അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, അവർ ചെയ്തത് സോൾവ് എ വൈഡ് സ്പ്രെഡ് റിയൽ വേൾഡ് പ്രോബ്ലം ടു അപ്പീൽ ടു ബ്രോഡ് ഓഡിയൻസ്. ഒത്തിരി പേർക്ക് അവരുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഡിസൈൻ കൊളാബറേഷൻ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതിന് പകരം പല സ്ഥലത്തും ഒരേ സമയത്തിരുന്ന് ചെയ്യുന്ന അതിലേക്ക് അവർക്ക് വരാനായിട്ട് പറ്റി. ഇനി നമുക്കവിടെ അവരുടെ പ്രോഡക്റ്റ് അവർക്ക് വളരെ എയർലി തന്നെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് പറ്റി. റിയൽ യൂസേഴ്സിനെയും അതായത് റിയൽ ഇൻവെസ്റ്റേഴ്സിനെ അവർക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ബിൽഡ് ആൻഡ് എൻഗേജ് എ സ്ട്രോങ് കമ്മ്യൂണിറ്റി ടു ഡ്രൈവ് ടു അഡ്വക്കസി. ഇവർക്ക് വേണ്ടി പറയാനും ഇവർ മെച്ചപ്പെട്ടതാണെന്ന് പറയാനും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി അവരുണ്ടാക്കിയെടുത്തു. അപ്പോൾ പ്രൊഡക്റ്റ് പുതിയ ഏരിയസ് ആഡ് ചെയ്തപ്പോഴെല്ലാം അതിന് അവരുടെ ഒരു ലോയൽറ്റി ഉണ്ടാക്കാനായിട്ടും അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് മാറ്റാനായിട്ടും സ്ട്രാറ്റജിക് ആയിട്ട് പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യാനായിട്ടും അവരുടെ ഗ്രോത്ത് വളരെ പെട്ടെന്നാക്കി എടുത്ത് മാറ്റാനാക്കിയായിട്ട് ഇവരെ കൊണ്ട് പറ്റി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഇവരാരും വലിയ രീതിയിൽ തുടങ്ങിയിട്ടുള്ളതല്ല. അപ്പോൾ ഈ $1 ബില്യൺ ആയിട്ടുള്ള കമ്പനികൾ ആദ്യം 2 പേരും 3 പേര് ഇരുന്ന് തുടങ്ങി, പിന്നെ 3, 4, 5, 6 പേരിലേക്ക് വന്ന് അവിടെ നിന്നുള്ളതാണ്. പക്ഷെ അവർ ഈ അറിവുള്ളവരുമായിട്ട് സംസാരിക്കുകയും ഫണ്ടിങ് ഓപ്ഷൻസും രീതികളും എല്ലാം അവരെടുത്ത് അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം, നമ്മൾ മോശക്കാരല്ല, നമുക്കത് ട്രെയിൻഡായിട്ട് നേടി അവിടെ കയറി വരാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. സോ നിങ്ങൾക്കും ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റട്ടെ. നിങ്ങൾക്കും വളരെ വലിയ ഫണ്ടിങ് കൊണ്ടുവന്ന് വലിയ വിജയം കൈവരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.